ഇന്ന് നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ പോകുന്നത്, ശത്രുവിന് നമ്മുടെ മേൽ ഒരു അധികാരവും ഇല്ല. ഹല്ലേലൂയ. ശത്രുവിന് എന്തെങ്കിലും അധികാരം നമ്മളുടെ മേലുണ്ടോ? ശത്രുവിന് നമ്മളുടെ മേൽ അധികാരവുമില്ല. ശത്രുവിനോട് നമുക്കൊരു ബന്ധവും ഇല്ല. നമുക്ക് സാത്താന് നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. കുറച്ച് പറഞ്ഞാട്ടെ, സാത്താന് നമ്മുടെ മേൽ ഒരു അധികാരവും ഇല്ല. സാത്താനോട് നമുക്കൊരു ബന്ധവും ഇല്ല. ആർക്കെങ്കിലും സാത്താനോട് ബന്ധമുണ്ടോ? ഹല്ലേലൂയ. ശത്രുവിനോട് നമ്മൾ ബന്ധം വെച്ചാൽ ശത്രു നമ്മളെ മുടിച്ച് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ച് കളയും. ശത്രുവിനോട് നമ്മൾ ഒരു ബന്ധം, കൂട്ടായ്മ വയ്ക്കുവാൻ ശ്രമിച്ചാൽ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ശത്രു നമ്മൾക്ക് വേണ്ടി പലതും ചെയ്തെന്നിരിക്കുമായിരിക്കാം. പക്ഷെ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ശത്രുത ഇന്നലെ നാളെ തല ഉയർത്തും. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ അവൻ അതിനെ ഉപയോഗിക്കുകയും ചെയ്യും. കഴിഞ്ഞ നാളിൽ നമ്മുടെ ശത്രുവായിരുന്നവൻ, ഈ നാളുകൾ നമ്മുടെ ശത്രുവായിരിക്കുന്നവൻ നാളെ നമ്മളുമായി ഒരു ബന്ധം പുലർത്തുകയാണെങ്കിൽ ആ ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ബന്ധം പുലർത്തുവാൻ. കൂടുതൽ ആത്മാർത്ഥ ബന്ധം കാണിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തു ചെയ്യും? അവൻ നമ്മെ എവിടെയെങ്കിലും വെച്ച്, അവന് ചതിക്കുവാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നമ്മെ തകർത്തിരിക്കും. ഹല്ലേലൂയ. ആയതുപോലെ തന്നെ സാത്താനോട് നമ്മൾ ബന്ധം വയ്ക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ മക്കളാകുന്ന കർത്താവിനെ അറിഞ്ഞ നമ്മൾ സാത്താനോട് ബന്ധം വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും വിശ്വസിക്കുക, നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലല്ല. ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി സർവ്വതം ചെയ്തിരിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ശത്രുവിൻ്റെ തലയെ തകർത്ത് അവൻ്റെ അധികാരങ്ങളെ പിടിച്ചു വാങ്ങി സഭയാകുന്ന നമുക്ക് നൽകിയത്. ഈ നൽകിയിരിക്കുന്ന നമ്മൾ വീണ്ടും ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും ജഡത്തിൻ്റെ ഭോഗങ്ങളും ജഡത്തിൻ്റെ ഇഷ്ടങ്ങളും കാരണം ലോകത്തെ സ്നേഹിക്കുകയും ലോകപരമായി നടക്കുകയും നമ്മുടെ സ്വഭാവത്തെ, വാക്കിനെ, പ്രവൃത്തിയെ മാറ്റാതെ ദൈവപ്രവൃത്തിക്ക് ഹിതമല്ലാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശത്രുവിന് നമ്മോട് ഒരു ബന്ധമുണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ അഭിഷേകമുള്ളവരാണ്. കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിനെ നിറച്ചവരാണ്. നമ്മൾ ശുശ്രൂഷക്കാരാണ്. നമ്മൾ ക്രിസ്ത്യാനി എന്ന ലാബിൽ നിൽക്കുന്നതല്ല. നിൽക്കുന്നവരല്ലാത്തവരായാലും കർത്താവുമായ ഒരു ബന്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പൂർണ്ണമായും ആരുമായി ഒരു ബന്ധത്തിൽ നിൽക്കണം? കർത്താവുമായുള്ള ബന്ധത്തിൽ നിൽക്കണം. ലോകക്കാർ സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കരുത്. ലോകക്കാർ നടക്കുന്നത് പോലെ നമ്മൾ നടക്കരുത്. ലോകക്കാരുടെ ജീവിതം നോക്കി നമ്മൾ അതിനെ പോലെ അനുകരിക്കുവാൻ നിൽക്കരുത്. അത് നമ്മുടെ വസ്ത്രധാരണമാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ നടപ്പാകട്ടെ, നമ്മുടെ സ്വഭാവമാകട്ടെ, നമ്മുടെ രഹസ്യ ജീവിതമാകട്ടെ, പരസ്യ ജീവിതമാകട്ടെ, ഒരിക്കലും നമ്മൾ ലോകത്തെ കോപ്പിയടിക്കുന്നവരായി തീരരുത്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം പറയുന്നു. 30-ാം വാക്യത്തിനകത്ത് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേള കഴിഞ്ഞ് തന്നെ പിതാവ് ആഗ്രഹിച്ച രീതിയിലുള്ള ക്രൂശ് മരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കർത്താവ് സംസാരിക്കുന്ന വാക്കാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 30-31. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിൻ, നാം പോക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേളയ്ക്ക് മുന്നേ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക്, ക്രൂശ് മരണത്തിന് മുന്നേ നിരവധി കാര്യങ്ങൾ യോഹന്നാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികളോട് പറഞ്ഞതിന് ശേഷം, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് പറയാണ്, ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. ലോകത്തിൻ്റെ പ്രഭുവെന്നും ലോകത്തിൻ്റെ ദൈവമെന്നും യേശു തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണ് സാത്താനെക്കുറിച്ച് തിരുവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. ലോകത്തിൻ്റെ പ്രഭുവുമായി ആർക്കൊരു കാര്യമില്ല? നമ്മുടെ പിതാവായ, നമ്മുടെ കർത്താവായ, നമ്മുടെ രക്ഷിതാവാകുന്ന കർത്താവിന് ഒരു ബന്ധവുമില്ലെങ്കിൽ കർത്താവിൻ്റെ മക്കളെന്ന് പറയുന്ന നമുക്ക് ഒരു ബന്ധവും പാടില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ചെറിയ ബന്ധമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് വിടിവിച്ചെടുക്കണം. ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും വെളിയിൽ ഇറങ്ങണം. സാത്താനുമായി ഒരു ബന്ധത്തിനും നിങ്ങൾ നിൽക്കരുത്. ഒരു കോംപ്രമൈസിനും നിൽക്കരുത്. അവൻ പലതും കാണിച്ചു കൊടുത്തു. കർത്താവിനെ എന്നെ കാണിച്ചു കൊടുത്തു. എന്ത് ചെയ്തു? ഇതെല്ലാം നിനക്ക് തരാം, എന്നെ തൊഴുക മാത്രം ചെയ്താൽ മതി, ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ ഉള്ളിൽ കയറ്റുവാൻ പിശാച് പലതവണ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഫലവത്താകാതിരുന്നവൻ
കർത്താവിനെ വീണ്ടും വീണ്ടും പിന്തുടർന്ന് കർത്താവിനെ എവിടെയെങ്കിലും വെച്ച് നശിപ്പിക്കാമെന്ന് ശ്രമിച്ചവൻ ഇന്നും നമ്മുടെ പിന്നാലെ ഉണ്ട്. അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു നമ്മുടെ പിന്നാലെ ഉണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഉറപ്പായും ശത്രുവിനൊരു ചാൻസ് കിട്ടിയാൽ, അല്ലെങ്കിൽ ശത്രുവിന് ഒരു കോംപ്രമൈസിന് നമ്മൾ ഒരുങ്ങിയാൽ, ശത്രുവിൻ്റെ മുന്നേ ഒരു കോംപ്രമൈസിന് നമ്മൾ ഒരുങ്ങിയാൽ ഉറപ്പായും എന്തു ചെയ്യും? ശത്രു നമ്മളെ വിഴുങ്ങിയിരിക്കും. നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ഒരിക്കലും ശത്രുവിൻ്റെ വായിൽ നിന്ന് നമുക്ക് തിരിച്ച് മടങ്ങി വരാൻ കഴിയാത്തതുപോലെ നമ്മൾ തകർന്നു പോകും. ഇതിനകത്ത് അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. കർത്താവ് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, എന്നെ തകർക്കുന്ന പേരും പറഞ്ഞാണ് വരുന്നത്. പക്ഷേ അവന് എന്നോട് ഇനി ഒരു കാര്യവും ഇല്ല. അതിൻ്റെ 31-ാം വാക്യം പറയുന്നു, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ, എഴുന്നേൽപ്പിൻ നാം പോകാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതിനകത്ത് തിരുവചനത്തിനകത്ത് നോക്കുമ്പോൾ ആ ഒരു വാക്ക് കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുന്നതിന് കാരണം, സാത്താൻ കർത്താവിൻ്റെ പിന്നാലെ ഉണ്ട്, കർത്താവിനെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ എന്നാലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നെ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. ആ നിമിഷത്തിൽ, ആ ക്രൂശ് മരണത്തിനകത്ത്, അന്ന് ക്രൂശ് മരണം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ നാളും നടക്കുന്ന കാര്യമാണ്. അതായത് അവിടുത്തെ രാജാവിനെതിരെ, മതത്തിനെതിരെ എന്ത് സംസാരിച്ചാലും എന്ത് ചെയ്താലും ക്രൂരമായ ഏറ്റവും വലിയ കൊടിയ ശിക്ഷയാണ് ക്രൂശ് മരണം. അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം ഇത്രയും പ്രസംഗിച്ച, 3.5 വർഷം ശുശ്രൂഷിച്ച, ഇത്രയും ആൾക്കാരെ ഉയർപ്പിച്ച, ഇത്രയും ആൾക്കാർക്ക് രോഗസൗഖ്യം നൽകിയ കർത്താവ് മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ക്രൂശ് മരണത്തിൽ കിടക്കുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാരെങ്കിലും പറയും, കണ്ടോ അവനെയും എന്ത് ചെയ്തു? സാത്താൻ തകർത്തു, അല്ലെങ്കിൽ ലോകം തകർത്തു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? കർത്താവിനെ നന്നായി അറിയാം. ഇന്നും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൽ ജീവിക്കുന്ന, വിശുദ്ധരായി ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി തിരുവചനം എടുത്തുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു ആക്സിഡൻറ്റോ, ഒരു പ്രതികൂലങ്ങളോ, ഒരു രോഗമോ, ഒരു പ്രശ്നമോ വരുമ്പോൾ ലോകജനവും നമ്മെ അറിയാവുന്നവരെ പോലും പറയും, അവനിൽ എന്തോ തെറ്റുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്തു? സാത്താൻ അവനെ അടിച്ചു. ഹല്ലേലൂയ. സാത്താന് നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. അടിക്കാനും പിടിക്കാനും ഒന്നും സാത്താനെ കഴിയില്ല. പക്ഷെ നമ്മൾ എന്ത് പറയും? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും കൂടെ അവൻ്റെ ജീവിതത്തെ തകർത്തതാരാണ്? സാത്താനാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇനി നിങ്ങളോടൊന്നും പറയുകയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല, അവനല്ല എന്നെ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നത്, എൻ്റെ എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നതും പിതാവിൻ്റെ കൽപ്പനയാണെന്തെന്ന് കർത്താവ് ചെയ്ത ക്രൂശ് മരണം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആ ക്രൂശ് മരണത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതാണ്. പിതാവ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ കൽപ്പന അനുസരിക്കുന്നത്. അതല്ല ലോകത്തിൻ്റെ പ്രഭു എന്നെ പിടിച്ച് ക്രൂശിക്കുന്നതല്ല. അത് തന്നെ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ കർത്താവ് തൻ്റെ ആ ക്രൂശ് മരണ സമയത്ത് തന്നെ പരസ്യമായി വിചാരണ ചെയ്യുന്ന സമയത്ത് രാജാവ് പറയുന്നുണ്ട്, നിന്നെ ക്രൂശിക്കുവാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അത് പിതാവിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ നിനക്കൊന്നും എന്നെ ചെയ്യുവാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് ധൈര്യമുള്ളവരായി തീരണം. ഈ പകൽക്കാലം ധൈര്യമുള്ളവരായി തീരണം. സാത്താന് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അധികാരവുമില്ല. പിതാവ് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ, പിതാവ് അറിയാതെ, കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ ഒരു രോമം പോലും കൊഴിയുകയില്ല. പക്ഷെ നമ്മുടെ സങ്കടവും, നമ്മുടെ വിഷമവും, നമ്മുടെ കരച്ചിലും, നമ്മുടെ പ്രയാസവും, നമ്മുടെ ടെൻഷനും കണ്ടു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ അറിയുന്നില്ല. നമ്മളെ സ്വന്തം ഇഷ്ടത്തിൽ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ജീവിക്കുന്നു എന്ന് തോന്നും. അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ യേശുവിനെ പോലെ ജീവിക്കണം. പിതാവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് കർത്താവ്. പിതാവിൽ നിന്ന് കേട്ട് ജീവിച്ച ആളാണ് കർത്താവ്. പിതാവ് കൽപ്പിച്ചതെല്ലാം ചെയ്ത ആളാണ് കർത്താവ്. തൻ്റെ മഹോന്നതമായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാവിൻ്റെ സാന്നിധ്യത്തോടെ ഇരുന്നവൻ അതെല്ലാം ത്യജിച്ച് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഈ ഭൂലോകത്തിൽ വന്ന് 33.5 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ച് 3.5 വർഷക്കാലം തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്ത് പിതാവിൻ്റെ കൽപ്പന പ്രകാരം താൻ ക്രൂശ് മരണം വഹിച്ചു. ഹല്ലേലൂയ. പലരും പറയുന്നത് പോലെ കർത്താവ് ആത്മഹത്യ ചെയ്തതല്ല, കർത്താവിനെ രാജാക്കന്മാർ പിടിച്ച് ബന്ധിച്ച് കൊന്നതല്ല, കർത്താവിനെ പിശാച് തകർത്തതല്ല, കർത്താവിന് ഇറങ്ങി വരാൻ കഴിയാത്തതുകൊണ്ട് 3 ആണിമേൽ ആ ക്രൂശിൽ കടന്നതല്ല. എനിക്കും നിനക്കും വേണ്ടി പിതാവിൻ്റെ കൽപ്പന കർത്താവ് പ്രമാണിച്ചു. ഹല്ലേലൂയ.
ആ കർത്താവ് 2025 വർഷത്തിനു മുന്നേ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇന്നും പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നെങ്കിൽ നമുക്ക് ശത്രുവിനോട് ഒരു ബന്ധവും പാടില്ല. ഹല്ലേലൂയ. നമുക്ക് ശത്രുവിനോട് ഒരു ബന്ധവും പാടില്ല. ശത്രുവിന് നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുഞ്ഞിൻ്റെ മേൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയുടെ മേൽ ശത്രുവിന് ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. നമ്മൾ അവകാശം കൊടുക്കാതെ ശത്രുവിന് നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. പിതാവ് അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ബുദ്ധിമുട്ടുകളും വരികയില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തായിരിക്കുന്നവരോടും എന്നെ കേൾക്കുന്ന ജനത്തോടും ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് വലുത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ നീ കൂടുതൽ ആഴത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവത്തെ മാറ്റും. ക്രിസ്തുവിന് അനുരൂപരായി നമ്മൾ ജീവിക്കുവാൻ ശ്രമിക്കും. നമ്മുടെ രഹസ്യ ജീവിതത്തെ മാറ്റും. നമ്മുടെ പരസ്യ ജീവിതത്തെ മാറ്റും. ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവുമായൊരു ബന്ധം ഇതുവരെ എങ്ങനെയുള്ള ബന്ധമെന്ന് എനിക്കറിയില്ല. നമ്മുടെയൊക്കെ ക്രിസ്ത്യ ലൈഫിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? യാക്കോബ് പറയുന്ന പോലെ ജഡത്തിൻ്റെ ഭോഗങ്ങൾക്ക് വേണ്ടി, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന അതല്ല, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന, പത്രോസിൻ്റെ പ്രാർത്ഥന, പത്രോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി മനസ്സിലാവും. നമ്മുടെ പ്രാർത്ഥനകളുടെ ലെവലുകൾ വർദ്ധിക്കണം. ഈ ലോകത്തിൻ്റെ ഇഷ്ടവും ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാം വേണം, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ആഗ്രഹിക്കുവാൻ. അല്ല എങ്കിൽ നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് ചെയ്യും? ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന, ലോകത്തിൻ്റെ ദൈവമെന്ന് നടിച്ചു നിൽക്കുന്ന സാത്താന് അടിമയായി നമ്മൾ മാറും. അതിന് പകരം നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കണം. നിങ്ങളുടെ ചുറ്റുപാടും ശത്രുക്കളുണ്ടെങ്കിലും അത് മനുഷ്യരാകട്ടെ, ശത്രുവാകുന്ന സാത്താനാകട്ടെ, ലോകമാകട്ടെ, മറ്റാരുമാകട്ടെ, നിങ്ങളെ തൊടുവാൻ കർത്താവ് വിട്ടുകൊടുക്കാതെ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. നിങ്ങളതുകൊണ്ട് ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. നിങ്ങളുടെ വശത്ത് 1000 പേരും നിങ്ങളുടെ വലത് വശത്ത് 10,000 പേരും വീണാലും നിങ്ങൾ തകർന്നു പോകുവാൻ ആര് വിട്ടുകൊടുക്കില്ല? കർത്താവ് വിട്ടുകൊടുക്കില്ല. ഇയ്യോബിൻ്റെ ഭവനത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ഇയ്യോബിന് ചുറ്റും എന്തുണ്ടായിരുന്നു? കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഒരു വേലി, സ്വർഗീയ വേലി ഉണ്ടായിരുന്നു. ആ വേലി തകർത്തിട്ടല്ലാതെ സാത്താൻ അതിനകത്ത് കയറുവാൻ കഴിയില്ല. വേണ്ട, അകത്ത് കയറുന്നതല്ല, പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ശത്രു പറയുന്നതാണ്, സാത്താൻ പറയുന്നതാണ്, ഇയ്യോബിനെ നീ തൊട്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ശത്രു തിരിച്ചു പറയും, ഞാൻ അവനെ ദൃഷ്ടി പോലും വച്ചിട്ടില്ല, നോക്കാൻ പോലും പറ്റിയില്ല. ഹല്ലേലൂയ. ആ പഴയ നിയമ കാലഘട്ടത്തിൽ അത്രയും പ്രൊട്ടക്ഷൻ ഇയ്യോബ് എന്ന് പറഞ്ഞ ഒരു അഭിഷിക്തന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള, പരിശുദ്ധാത്മാവുള്ള, കർത്താവിൻ്റെ മന്ദിരങ്ങളായ, കർത്താവിന് വേണ്ടി, കർത്താവിന് പകരക്കാരനായി ജീവിക്കുവാൻ വിളിച്ച ഞാനും നീയും എന്തുമാത്രം പ്രൊട്ടക്ഷനിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. എങ്കിലും നമ്മുടെ ഭവനത്തിനകത്ത് എങ്ങനെ സാത്താൻ വരുന്നു? എന്തുകൊണ്ട് അവൻ നമ്മെ തകർക്കുന്നു? നമ്മുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും അവൻ എന്തുകൊണ്ട് അലട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ തിരിച്ചറിവില്ലായ്മയാണ് കാരണം. നമ്മുടെ ദൈവത്തെ നമ്മൾ അറിഞ്ഞു എന്ന് പറയുകയും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെയും ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് തകർച്ചകൾ കൂടിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മുടെ സങ്കടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ ദൈവത്തെ അറിഞ്ഞുവെന്ന് പറഞ്ഞ് ദൈവത്തോടെ കൂടെ നടന്നാൽ, ദൈവം കർത്താവ് വെളിച്ചമാണ്, വെളിച്ചത്തിന് അനുരൂപനായി നമ്മൾ നടന്നാൽ ഇരുളിന് നമ്മുടെ മേൽ അധികാരമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചമാകുന്ന കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. വെളിച്ചമാകുന്ന കർത്താവിനെ അറിയുവാൻ നമുക്ക് ഇടം നൽകി. വെളിച്ചമാകുന്ന കർത്താവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ സ്നാന ശുശ്രൂഷയിലൂടെ നമുക്ക് കൃപ നൽകിയെങ്കിൽ, നമ്മുടെ ജീവൻ കർത്താവിലാണെങ്കിൽ ഉറപ്പായും ഞാൻ വിളിച്ചു പറയുന്നു, നീയും വെളിച്ചമാണ്. ഹല്ലേലൂയ. നമ്മൾ വെളിച്ചമാണെങ്കിൽ ഇരുളിന് നമ്മുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. നിങ്ങളുടെ മേൽ എന്തെങ്കിലും ഇരുളിന് അവകാശമുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, സാത്താൻ ഏതെങ്കിലും തരത്തിൽ നിന്റെ ഭവനത്തിനകത്ത് നിയമപരമായ അവകാശം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്ന വ്യക്തിയാണെങ്കിൽ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ,
ഞാൻ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവനാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാകുന്ന എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ ഒരു കാരണവശാലും ഈ ഇരുട്ടിൻ്റെ സാന്നിധ്യം നിൽക്കുവാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കർത്താവേ, എൻ്റെ കുടുംബത്തെ ഇന്ന് വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. എന്നെ വെളിച്ചത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കണമേ. ഇരുളിന് എൻ്റെ മേൽ ഒരവകാശമില്ലാതെ ഇന്ന് പകൽക്കാലം അതിനെ പൊളിച്ചു കളയണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞാൻ പൂർണ്ണമായും അങ്ങോട്ട് തിരികരങ്ങ് തരുന്നു. കർത്താവെ, അങ്ങ് ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അങ്ങ് ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, തിരുവചനം പഠിപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ അത് പറഞ്ഞിരിക്കുന്നു. കർത്താവെ, ഞാനും വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് വെളിച്ചമാണെങ്കിൽ അങ്ങോടൊപ്പം നടക്കുന്ന എന്നെയും ഇരുളിന് ഒരു അവകാശമില്ലാതെ വണ്ണം ജീവൻ്റെ വെളിച്ചമുള്ളവനാക്കിയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വെളിപ്പാടിലേക്ക് നിങ്ങൾ കയറിയാൽ വെളിച്ചത്തിൽ ജീവിക്കുന്ന നിൻ്റെ ഭവനത്തിനകത്തേക്ക്, നിൻ്റെ കുടുംബത്തിനകത്തേക്ക്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സാത്താന് ഒരു അവകാശമില്ലാതെയാവും. കാരണം നിനക്കെന്ത് വന്നു? തിരിച്ചറിവുണ്ടായി. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിനകത്ത് ഒരു കള്ളൻ കയറിയെന്നിരിക്കുക. രാത്രിയാണ്, ഭയങ്കര ഇരുട്ടാണ്. അവൻ എന്ത് ചെയ്തു? അകത്ത് കയറിയിട്ട് ആദ്യം ഫീസൂരി, കറണ്ട് പോയി, ഒന്നും കാണാനില്ല. അങ്ങനെ കള്ളൻ കയറി. കള്ളനകത്ത് കയറിയ സമയത്ത് നമ്മൾ ഉറക്കം നടിച്ച് കിടന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ പലരും ചെയ്യുന്ന അങ്ങനെയാണ്. കള്ള അകത്ത് കയറുമ്പോൾ എന്ത് ചെയ്യും? എന്തായാലും കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോട്ടെ, ഇനിയിപ്പം കിടന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? കൊന്നു കളയും. അതുകൊണ്ട് കണ്ണും അടച്ച് പുതപ്പ് മൂടി കിടക്കാമെന്ന് വിചാരിച്ചാൽ അവൻ ഉള്ളതെല്ലാം പറക്കി നമ്മളെ അറുത്ത് മുടിച്ച് നമ്മുടെ ഭവനത്തെ നശിപ്പിച്ച് അവൻ മടങ്ങിപ്പോകും. അതേസമയം ഇരുട്ട് ഉള്ളിടത്ത് വെളിച്ചമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ടോർച്ചായിരിക്കാം, മൊബൈലായിരിക്കാം, ഏതിലെങ്കിലും ഉള്ള ഒരു വെളിച്ചത്തെ അടിക്കുകയാണെങ്കിൽ ഇരുള് മാറുകയും ശത്രുവിന് മനസ്സിലാവും ഇവിടെ ആള് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുന്നേറ്റുണ്ടെന്ന് മനസ്സിലാവും. അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുക തന്നെ ചെയ്യും. ഓടിപ്പോകില്ലേ? അവൻ എതിർത്താലും നമ്മൾ അതിനനുസരിച്ച് എതിർത്ത് നിന്നാൽ ഉറപ്പായും എന്ത് ചെയ്യും? കള്ളൻ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നത് പോലെ കള്ളനാകുന്ന ശത്രു, പിശാചാകുന്നവൻ നമ്മുടെ ഭവനത്തെ അറുത്ത് മുടിക്കുമ്പോൾ ഇനിയും നിങ്ങൾ ഉറക്കം നടിച്ചിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കരുത്. ക്രിസ്ത്യാനി എന്ന് നടിച്ചുകൊണ്ട് തിരുവചനം എടുത്തുകൊണ്ട് നടക്കരുത്. നിങ്ങളുടെ സ്വഭാവങ്ങളെ, വാക്കുകളെ, പ്രവൃത്തികളെ മാറ്റിയിട്ട് നിങ്ങൾ പറയണം, വെളിച്ചമാകുന്ന ക്രിസ്തുവിന് അനുരൂപരാണ് ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഞാൻ വെളിച്ചത്തിൻ്റെ മകനാകൊണ്ട് എൻ്റെ ഭവനത്തിനകത്ത് ഇരുളിന് ഒരു അവകാശവും ഇല്ല. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ വെളിച്ചമാകുന്ന ക്രിസ്തു ഉള്ളിടത്ത് ഇരുളാകുന്ന സാത്താന് നിൽക്കുവാൻ കഴിയല്ല. അവന് നിൻ്റെ ഭവനത്തെ അറുപ്പാനോ മുടിപ്പാനോ കഴിയുകയില്ല. നിൻ്റെ ജീവിതത്തെ അടപ്പാനോ മുടിപ്പാനോ കഴിയുകയില്ല. നിൻ്റെ കുടുംബത്തെ തകർക്കുവാൻ കഴിയല്ല. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുവാൻ ശത്രുവിന് കഴിയല്ല. കാരണം നീ വെളിച്ചത്തിലാണ്. വെളിച്ചമുള്ളിടത്ത്, ജീവൻ ഉള്ളിടത്ത്, ജീവനും ജീവൻ്റെ അധികവും നൽകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ഒരിക്കലും നീ തകർന്നു പോകുവാൻ കർത്താവ് വിട്ടുകൊടുക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തിരിച്ചറിവ് ആർക്കെങ്കിലും വരുന്നുണ്ടോ? ആ തിരിച്ചറിവ് വരുന്നവൻ ഇന്ന് പകൽക്കാലം ഡെലിവറൻസിലേക്ക് പോകും. ഹല്ലേലൂയ. ആ തിരിച്ചറിവിൽ ജീവിക്കുന്നവൻ ഇന്ന് പകൽക്കാലം മുതൽ പുതിയൊരു തലത്തിലേക്ക് വരും. കാരണം ഇതുവരെ തകർത്തുകൊണ്ടിരുന്ന ശത്രു ആരും ഓട്ടിക്കാതെ ഓടിപ്പോകും. തിരിച്ചറിവുണ്ടായാൽ, അതായത് ഞാൻ പറഞ്ഞത്, ഉറങ്ങിക്കിടക്കുന്നത് പോലെ കിടന്നാൽ എന്ത് ചെയ്യും? അവൻ അറക്കാണ്ടതും മുടിക്കേണ്ടത് എല്ലാം പോവും. പക്ഷെ തിരിച്ചറിവുണ്ടായി നീ ചാടി എഴുന്നേറ്റാൽ ശത്രു അവിടെ നിൽക്കില്ല. ഹല്ലേലൂയ. ആരും ഓട്ടിക്കാതെ അവൻ ഓടിപ്പോവും. അവൻ പേടിക്കും. നമുക്ക് തിരിച്ചറിവില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് ശത്രു നമ്മളോട് എന്ത് ചെയ്യുന്നത്? ഫൈറ്റ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുമ്പോഴാണ് ശത്രു എന്ത് ചെയ്യുന്നത്? നമ്മളെ തകർക്കുവാൻ നിൽക്കുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് കാൽവരി ക്രൂശിൽ തകർച്ചു, അവയെ പരസ്യകോലമാക്കി. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ശത്രുവിൻ്റെ എല്ലാ മേഖലയും കർത്താവ് തകർക്ക മാത്രമല്ല ചെയ്തത്, അവന് ഒളിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയാതെ വണ്ണം അവനെ പരസ്യമാക്കി നിർത്തി കളഞ്ഞു, കോലം കെടുത്തി നിർത്തി കളഞ്ഞു. അപ്പം രഹസ്യമായിട്ട് ശത്രുവിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയൂ. പക്ഷെ പരസ്യമായ ശത്രു എന്ത് ചെയ്തു? മനസ്സിലായി, നമുക്ക് മനസ്സിലായെന്ന് തിരിച്ചറിവുണ്ടായി. എനിക്കൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതിന് അലർട്ടായി ജീവിക്കും. ഞാൻ കഴിഞ്ഞ നാൾ ജീവിച്ചതുപോലെ ജീവിക്കില്ല. എനിക്കൊരു ശത്രു ഉണ്ടെന്നിരിക്കട്ടെ, അവൻ എന്നെ തകർക്കും അല്ലെങ്കിൽ എന്നെ അടിക്കുമെന്ന് തോന്നിയാൽ ഞാൻ മിണ്ടാതെ നേരത്തെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമോ? അതോ നമ്മൾ അലർട്ടായി ജീവിക്കുമോ? ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിനകത്തൊരു ശത്രു ഉണ്ടെങ്കിൽ ഉറപ്പായും നമുക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും അവൻ എന്ത് ചെയ്യും? എന്നെ തകർക്കുവാൻ, എൻ്റെ കുടുംബത്തെ തകർക്കുവാൻ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ തകർക്കുവാൻ വരും. അതിനു മുന്നേ അവനെതിരെയുള്ള പ്രൊട്ടക്ഷൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷൻ എടുക്കും. ഏറ്റവും കുറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിലെങ്കിലും കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ശത്രു ഉണ്ട്, എന്തായാലും കൊന്നിട്ട് പോട്ടെ, അതിന് ശേഷം കംപ്ലൈൻറ്റ്. അങ്ങനെയാണ് നമ്മൾ. ഹല്ലേലൂയ. നമുക്കൊരു ശത്രുവുണ്ട്. അത് ശത്രുവിൻ്റെ എന്തുകൊണ്ടാണ്? സാത്താനെന്ന് പറയാൻ വരെ പേടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു ശത്രുവുണ്ട്, അവൻ്റെ പേരാണ് സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ. അവൻ്റെ കിങ്കരന്മാരാണ് നമ്മെ തകർക്കുന്നതെങ്കിൽ നമുക്ക് ആ ശത്രുവിനെ പരസ്യകോലമാക്കിയ ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ടെന്ന് അറിയുക. ഹല്ലേലൂയ. നമ്മുടെ മുന്നേ അവന് ഒളിച്ചു വന്ന് നിൽക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നേ അവൻ പരസ്യകോലമാണ്, അവൻ തകർക്കപ്പെട്ടവനാണ്, തല അവനില്ല, അതിന് അധികാരം അവന് ഇല്ല. എന്നിട്ട് നമ്മൾ ഭയപ്പെടുന്ന ആരാണ്? പിശാചിന്. ഹല്ലേലൂയ. നമ്മുടെ ഭയം മാറണം. നമ്മൾ കർത്താവിലാണെന്നും കർത്താവ് വെളിച്ചമാണെന്നും ആ വെളിച്ചത്തിലാണ് നമ്മൾ വസിക്കുന്നതെന്നും നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. അതേപോലെ തന്നെ 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 1 അധ്യായം 1 യോഹന്നാൻ അതിൻ്റെ 1 അധ്യായം 5 മുതൽ 10 വരെ നോക്കുമ്പോൾ, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാവുന്നു. കർത്താവ് ആരാകുന്നു? വെളിച്ചമാകുന്നു, അവനിൽ ഇരുളൊട്ടും ഇല്ല. നിങ്ങളും കർത്താവിൻ്റെ മക്കളെന്ന് പറയുന്നുണ്ടെങ്കിൽ, കർത്താവിനാൽ സ്നാനമെടുത്തവരെന്ന് പറയുന്നുണ്ടെങ്കിൽ, കർത്താവിനാൽ ജീവിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഇരുട്ട് ഒന്നും നിങ്ങളുടെ ഉള്ളിൽ കാണരുത്. ഹല്ലേലൂയ. കർത്താവ് ജീവിച്ചതുപോലെ ഇരുളിന് ഒരവകാശവുമില്ലാതെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ, അതായത് ലോകത്തിൻ്റെ പ്രഭുവിന് ഒരു അവകാശവുമില്ലാതെ ജീവിക്കണമെങ്കിൽ, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എൻ്റെ മേൽ ഒരു അവകാശവും എന്നോട് ഒരു കാര്യവും ഇല്ല എന്ന് നിനക്ക് ധൈര്യമായിട്ട് പറയണമെങ്കിൽ നീ എന്ത് ചെയ്യണം? വെളിച്ചത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ആളാണെങ്കിൽ നിങ്ങൾ വെളിച്ചത്തിൽ തന്നെ ജീവിക്കണം. ഇരുട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒന്നും കാണരുത്. 6-ാം വാക്യം പറയുന്നു, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നുമില്ല. കർത്താവിനോട് ബന്ധമുണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യണം. നമ്മുടെ സ്വഭാവമൊക്കെ എന്താണ്? ഇരുട്ടിന് അനുരൂപമാണെങ്കിൽ ഒരിക്കലും ദൈവത്തോടിരിക്കുന്നതല്ല, ഭോഷ്ക് പറയുന്നതാണ്. എങ്കിൽ എന്തു ചെയ്യും? ലോകത്തിൻ്റെ പ്രഭുവിന് നമ്മുടെ മേൽ എന്തുണ്ട്? അവകാശം ഉണ്ട്. ഞാൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേൽ പാപമുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ശത്രുവിന് നമ്മുടെ മേൽ അധികാരമുള്ളത്. അതാണ് പാപം, ജഡത്തിൻ്റെ സ്വഭാവം. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നു, ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ട് ആ പ്രവൃത്തികൾ ഉള്ളിടത്താണ് ശത്രുവിന് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മേൽ ചാൻസ് ഉള്ളത്. അതേസമയം നമ്മൾ കർത്താവിലിരിക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അതിനകത്ത് നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നെന്ന് മനസ്സിലായാൽ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ പാപത്തിന് പരിഹാരമായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ജീവിക്കുന്നവരായി തീരും. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പാപമില്ലാതാകും. അതിൻ്റെ തൊട്ട് താഴെ വായിക്കുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേൽ വരുന്ന പാപങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പാപബോധം തരും. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ പാപബോധം നിങ്ങൾ ചെയ്ത തെറ്റായിരിക്കാം, സംസാരമായിരിക്കാം, നോട്ടമായിരിക്കാം, നിങ്ങൾ ചിന്തിച്ച ചിന്തയായിരിക്കാം, എന്ത് തന്നെ ആയാലും അത് പാപബോധത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് കർത്താവ് അതിനെ പാപബോധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ ഏറ്റെടുത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, എൻ്റെ പാപത്തെ അങ്ങ് ക്ഷമിച്ചു. 2025 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ അങ്ങ് ക്ഷമിച്ചു. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകിയെന്ന് ഞാൻ അറിയുന്നു. കർത്താവ്, ഒരിക്കൽ കൂടി എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയണം. ഹല്ലേലൂയ.
നിങ്ങളങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ആ പാപ സ്വഭാവത്തെ പൂർണ്ണമായും കഴുകി കളയണം. ഹല്ലേലൂയ. നമ്മൾ അതിനകത്ത് ചാൻസ് എടുക്കരുത്. അവർ കാരണമാണ്, ഇവർ കാരണമാണ്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത്. അവരുടെ സ്വഭാവം മാറിയിരുന്നെങ്കിൽ ആരുടെ സ്വഭാവം മാറുമായിരുന്നു? നമ്മുടെ സ്വഭാവം മാറുമായിരുന്നു. മാറുമോ? ഇല്ല. നമ്മൾ ജന്മന ഉള്ള സ്വഭാവമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറില്ല. അവർ മാറുവാൻ നിൽക്കരുത്, നമ്മൾ മാറിയാൽ മതി. നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം കർത്താവ് തരും. നമ്മൾ മാറി, നമ്മൾ പാപം ചെയ്തു എന്ന് മനസ്സിലാക്കി ആ പാപത്തെ ഏറ്റു പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ആ പാപ സ്വഭാവം മാറും. ലോകത്തിൻ്റെ പ്രഭുവാകുന്ന സാത്താന് നമ്മുടെ മേൽ നിയമപരമായി കിട്ടിയിരിക്കുന്ന അവകാശങ്ങളെ കർത്താവ് ക്രൂശിൽ മാച്ച് കളഞ്ഞതുപോലെ നമ്മെ വീണ്ടും മാച്ച് നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ശുദ്ധീകരിക്കുവാൻ, വെള്ള പോലെ ആക്കുവാൻ, ശുദ്ധീകരണമാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരു രക്തത്തിന് കഴിയും. താൻ പാപം ചെയ്തിട്ടല്ല മരിച്ചത്, പാപിയാകുന്ന എനിക്ക് വേണ്ടി മരിച്ച് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ എന്ത് പാപ സ്വഭാവത്തിൽ കിടന്നാലും, എന്ത് പാപപങ്കലമായ ജീവിതത്തിൽ കിടന്നാലും, ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാൻ കഴിയാത്ത മേഖലയിൽ നീ കിടന്ന് അയ്യം വിളിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിനെ ഒരിക്കൽ കൂടി നീ സ്വീകരിച്ചാൽ, നീ നിൻ്റെ പാപ സ്വഭാവത്തെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് ഞാൻ പാപിയാണ് കർത്താവെ, അറിയാതെ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും ക്ഷമിക്കും. കാൽവരി കുരിശിൻ്റെ രക്തത്താൽ നിന്നെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ 10-ാം വാക്യം പറയും, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ അവനെ അസത്യവാക്യാക്കുന്നു, അവൻ്റെ വചനം നമ്മൾ ഇല്ലാതായി. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഓരോ ദിവസവും ഈ ലോകത്ത് ജീവിക്കുന്നത് പാപപങ്കിലമായ ലോകത്തിലാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്ത് ചെയ്യും? പാപത്തിനടിമയായി പോവും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മൾ പാപമായി പോവും. അതിനകത്ത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്ഥാനത്ത് ചെന്നിരിക്കുമ്പോൾ നമ്മൾ ആ പാപ സ്വഭാവത്തെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് നമ്മൾ തന്നെ പൂർണ്ണമായും ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. പിശാചിന് നമ്മുടെ മേൽ നിയമപരമായ അവകാശം കിട്ടാതിരിക്കണമെങ്കിലാണ് കർത്താവ് നേരത്തെ പറഞ്ഞത്. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് നമ്മളിപ്പോൾ കേട്ടില്ലേ, വെളിച്ചത്തോടെ തന്നെ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, പൈശാചിക സാന്നിധ്യം ഒഴിഞ്ഞു പോയ ശേഷം വീണ്ടും ഇരട്ടിയായി അവരുടെ മേൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തകർച്ചകൾ സാത്താനിട്ട് തകർച്ചകളെ മാറ്റിയ ശേഷം, അത് സാമ്പത്തിക മേഖലയായിരിക്കാം, ആരോഗ്യ മേഖലയായിരിക്കാം, നമ്മുടെ കുടുംബ ജീവിതമായിരിക്കാം, വ്യക്തിപരമായ ജീവിതമായിരിക്കാം, അതിനകത്ത് കർത്താവ് വിടുതൽ നൽകിയിട്ടും യഥാർത്ഥത്തിൽ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാത്തത് കൊണ്ട് അതിനേക്കാളും ഇരട്ടിയായി ബുദ്ധിമുട്ടുകൾ വരുന്ന, സാത്താന്യ പ്രവൃത്തികൾ വരുന്ന ലോകത്തിൻ്റെ പ്രഭു അവനെ വീണ്ടും കീഴടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കാരണവശാലും കർത്താവ് തന്ന വിടുതലിനെ വിടുതലായിട്ട് കണക്കാക്കി കർത്താവ് തന്നത് സൗജന്യമായിട്ടൊന്ന് മനസ്സിലാക്കി അതിനെ അലംഭാവത്തോടെ കളയരുത്. ഹല്ലേലൂയ. നമ്മെ 2025 വർഷത്തിന് മുന്നേ കർത്താവ് വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിൻ്റെ വില നമുക്ക് കർത്താവ് തന്നു. ആ വിലയാൽ നമ്മെ ദത്തെടുത്തു. നമ്മെ ഇന്ന് കാണുന്ന പൊസിഷനിൽ, പുത്രൻ എന്ന പൊസിഷനിൽ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പകർന്ന് നമ്മെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മൾ ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ആരോട് എതിർത്ത് നിൽക്കണം? പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. നിൻ്റെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് മാറാതെ നിൽക്കുന്ന എന്തെങ്കിലും പ്രതികൂലങ്ങൾ നിൻ്റെ മേലുണ്ടെങ്കിൽ, അത് സാത്താൻ ഇട്ടെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, സാത്താൻ്റെ പ്രവൃത്തിയാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നീ യഥാർത്ഥമായി ക്രിസ്തുവിനെ സേവിക്കുന്നവനായി തീരണം. കർത്താവ് പറഞ്ഞ വചന അടിസ്ഥാനത്തിലുള്ള സ്നാനത്തിലേക്ക് നീ പോകണം. കാൽവരി ക്രൂശിൽ നീ മരിക്കണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം. അതാണ് തിരുസ്നാനം. മുഴുകൽ സ്നാനത്തിലേക്ക് നീ കടന്നുപോയി കർത്താവ് പറയുന്നത് പോലെ ഒരു കൂട്ടായ്മയുടെ അകത്ത് പോകണം. ഹല്ലേലൂയ.
കൂട്ടായ്മയിൽ പ്രവേശിച്ച് ആ കൂട്ടായ്മയിൽ നിന്ന് നിന്നെ നടത്തുന്ന അഭിഷിക്തനോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവ് നിന്നെ ആക്കി വച്ചിരിക്കുന്ന അടിസ്ഥാനമാകുന്ന സഭയോട് ചേർന്ന് നിന്ന് നീ യഥാർത്ഥമായി തിരുവചനം വായിച്ച് പഠിച്ച് വെളിച്ചമാകുന്ന ക്രിസ്തുവിന് അനുരൂപനാകുന്ന രീതിയിലായി നിൻ്റെ പാപ സ്വഭാവത്തെ കാൽവരി ക്രൂശ രക്തത്താൽ കഴുകി നീ വിശുദ്ധീകരണം പ്രാപിച്ച് നീ പൂർണ്ണമായും പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. നിന്നെ മാത്രമല്ല നിൻ്റെ കുടുംബത്തെ വിട്ടും ഓടിപ്പോകും. കർത്താവിൻ്റെ അഭിഷിക്തനായ പൗലോസ് അപ്പോസ്തലൻ നീ രക്ഷിക്കപ്പെട്ട നിൻ്റെ കുടുംബം രക്ഷയിലേക്ക് വരുമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്നാൽ അവൻ്റെ ആ കുടുംബം അവനിലൂടെ രക്ഷയിലേക്ക് വരും. പക്ഷെ അവൻ ജീവിക്കേണ്ട രീതിയിൽ ആർക്ക് വേണ്ടി ജീവിക്കണം? കർത്താവിന് വേണ്ടി ജീവിക്കണം. നമുക്ക് കിട്ടിയത് സൗജന്യമാണ്, നമുക്ക് കിട്ടിയത് ഇതെല്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഴയതുപോലെ ജീവിക്കരുത്. നമ്മൾ ജീവിച്ചാൽ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടില്ല. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയുമില്ല, ഇരുട്ട് നമ്മളെ വിട്ട് പോവുകയും ഇല്ല. ഇതിനകത്ത് 8-ാം വാക്യം പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. എങ്ങനെയാണ് സാത്താനെ നമ്മളിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്നത്? പിശാചിനോട് എങ്ങനെയാണ് എതിർക്കുവാൻ കഴിയുന്നത്? ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് പോകണം. ദൈവത്തോട് അടുത്തടുത്ത് പോകുമ്പോൾ, വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഇരുട്ടിന് നമ്മളോട് കൂടെ നിൽക്കുവാൻ കഴിയില്ല. നിൻ്റെ കുടുംബം, നിൻ്റെ വ്യക്തിപരമായ ജീവിതം മാറണമെങ്കിൽ പ്രിയ സഹോദര സഹോദരി, ഇത് മാത്രമേ രക്ഷയുള്ളൂ. ഏക രക്ഷകനായ ക്രിസ്തു മാത്രമേ ഈ ലോകത്തുള്ളൂ. അവൻ പാപ പരിഹാരത്തിനും നിൻ്റെ പ്രതികൂലങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി മരിച്ചവനാണ്. ആ കർത്താവ് നിനക്ക് വേണ്ടി സർവ്വതും കാൽവരി ക്രൂശിൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ക്രൂശിൽ ചെയ്ത മഹത്വത്തിൽ നീ അടുത്തടുത്തടുത്ത് പോകണം. എത്രത്തോളം കർത്താവിനോട് അടുക്കുവാൻ പറ്റുമോ, എത്രത്തോളം കർത്താവിനെ ആഴത്തിൽ അറിയാൻ പറ്റുമോ, അത്രത്തോളം കർത്താവിനെ നീ അറിയണം. തിരുവചനത്തിലൂടെ, ആരാധനയിലൂടെ, സ്തോത്രമെന്ന അതരയാഗത്തോടെ കർത്താവിന് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തുകൊണ്ട് നീ കർത്താവിനോട് അടുത്തു പോകണം. എത്രത്തോളം കർത്താവിൻ്റെ അടുക്കലേക്ക് നിനക്ക് പോകാൻ പറ്റുമോ, ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടുപ്പാക്കുവൻ, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? പാപികളായ നമ്മൾ എന്ത് ചെയ്യണം? കൈകളെ വെടുപ്പാക്കണം. നമ്മുടെ പാപങ്ങളെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് നമ്മളെ ശുദ്ധീകരിക്കണം. ഇരു മനസ്സുള്ളവർ, അതായത് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കില്ലെന്നാണ് പറയുന്നത്. ഇരു മനസ്സുള്ളതെന്ന് പറഞ്ഞാൽ ദൈവമുണ്ടോ ഇല്ലയോ, ദൈവം ചെയ്യുമോ ഇല്ലയോ. നമ്മുടെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഇതെനിക്ക് നിർബന്ധമായി ലഭിക്കണമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നടക്കും. അതേസമയം കിട്ടാൻ ചാൻസ് ഇല്ല, നമുക്കത് നടക്കില്ല എന്ന് നമുക്ക് തോന്നിയാൽ ഒരു കാരണവശാലും അത് നമുക്ക് ലഭിക്കില്ല. ഇരു മനസ്സുള്ളവർ ഒന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കില്ല. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവർ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് പോകണം. ഹല്ലേലൂയ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? താഴണം. എത്രത്തോളം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ താഴാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. നിങ്ങൾ എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുന്നു അത്രത്തോളം നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നേ കർത്താവ് നിങ്ങളെ തല ഉയർത്തി നിർത്തും. ഹല്ലേലൂയ. നിങ്ങൾ തകർന്നു പോകുമെന്ന് പറയുന്നവരുടെ മുന്നേ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അതിൻ്റെ 1 കൊരിന്ത്യർക്ക് 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ താഴോട്ട് കേട്ടാ. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്. ലോകത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ആരാണ്? ജഡീകാത്മാവ് അല്ലെങ്കിൽ പിശാചിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മാവിനെയല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. നമ്മൾ പ്രാപിച്ചത് ആരാണ്? നാമ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ, ഹോളി സ്പിരിറ്റിനെയാണ് നമ്മൾ പ്രാപിച്ചത്. പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളെ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയർക്ക് ആത്മീയതമായി തെളിയിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് ആരെയാണ്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. ആ പുത്രത്വത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായി അകലത്തിലിരിക്കുന്നവരല്ല.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിച്ച് യാചിച്ച് നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ യാചിക്കുന്നവർക്ക് ധാരാളമായി പരിശുദ്ധാത്മാവിനെ പകരുമെന്നാണ്. ആത്മാവിനെ പകർന്നെടുത്ത വ്യക്തിയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നീ കർത്താവുമായി അകലത്തിലിരിക്കുന്ന വ്യക്തിയല്ല, ക്രിസ്തുവുമായി അടുത്തിരിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നിനക്ക് വീണ്ടും വീണ്ടും അടുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ പരിശുദ്ധാത്മാവിനോട് പറയണം, എന്നെ വഴി നടത്തണം. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തും. ഇതാണ് വഴി, ഇതിലെ നടക്ക എന്ന് വചനത്തിലൂടെ നിന്നോട് സംസാരിക്കും. ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഇതിനകത്ത് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 14 പറയുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷകത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതല്ല, അത് അവന് ഗ്രഹിപ്പാനും കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനം പ്രാകൃതന്മാർക്ക് മനസ്സിലാകില്ല. പ്രാകൃതനെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അറിഞ്ഞിട്ട് ലോകത്തെ സ്നേഹിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകില്ല, ജഡീകന്മാർക്ക് മനസ്സിലാകില്ല, പ്രാകൃതന്മാർക്ക് മനസ്സിലാകില്ല. യഥാർത്ഥത്തിൽ ആത്മീയർക്ക് മാത്രമേ ദൈവവചനം മനസ്സിലാകൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആത്മാവിൻ്റെ വചനം എഴുതിയത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെയാണെങ്കിൽ ആത്മാവുള്ളവന് മാത്രമേ അത് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അത് മനസ്സിലാവാത്തവരാണ് മൂന്നാണിമേൽ കർത്താവ് മരിച്ചു, ആ കർത്താവിന് ഇറങ്ങി വരാൻ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇന്നും കർത്താവിനെ ആക്ഷേപിക്കുന്നവരുണ്ട്, ക്രൂശ് മരണത്തെ ആക്ഷേപിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, തിരുവചനം സംസാരിക്കുമ്പോൾ എതിര് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അത് അവർക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ തിരിച്ചറിവുള്ളവർക്ക് ആമേൻ പറയുവാനും അത് സ്വീകരിക്കുവാനും കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ആത്മീകമായി വളർച്ച ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ തിരുവചനത്തിനകത്ത് പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചെങ്കിൽ പ്രാകൃതന്മാരല്ല, ജഡീകന്മാരല്ല, ആത്മീകന്മാരാണ്. നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യണം? പൂർണ്ണമായി ആത്മീയതയിലേക്ക് കൊണ്ടുപോകണം. അതിൻ്റെ 15 വാക്യം പറയുന്നു, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. 16, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആരുടെ മനസ്സുള്ളവരാണ്? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? ആദ്യം നമ്മൾ വായിച്ച് കേട്ടതുപോലെ, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയം എന്താണ്? പിതാവിനെ സ്നേഹിക്കുന്ന ഹൃദയമാണ്. രണ്ടാമത്തെ വാക്കെന്താണ്? എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും. അതായത് പിതാവ് എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുവാൻ തയ്യാറുള്ളൊരു വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ള വ്യക്തി. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് 2 പ്രത്യേകത. ഒന്ന്, പിതാവായ ദൈവത്തെ എന്ത് ചെയ്യും? സ്നേഹിക്കുക. ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും, നിൻ്റെ ജീവനേക്കാളും നിനക്ക് സ്നേഹിക്കുവാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ നീ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യണം. കർത്താവ് പറയുന്ന കൽപ്പനയെ നീ പ്രമാണിക്കണം. അങ്ങനെ പ്രമാണിക്കുമ്പോൾ ശത്രുവിന്, ഇരുട്ടിന് നിൻ്റെ മേൽ അവകാശമില്ല, അധികാരമില്ല. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.